Hello, my dear students. Today we are discussing about the topic Android programming. നമ്മുടെ ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ ആൻഡ്രോയിഡിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് പാർട്ടായ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്? ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്കിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് ആൻഡ്രോയിഡ് എന്താണ്, അതായത് ഇതിലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സിലബസിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ഓർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക്. രണ്ട് തരത്തിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഒന്നുകിൽ ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ഓർ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 5 പാർട്സ്. 5 പാർട്ടായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ് എന്ന് പറയുന്നതാണ് ലിനക്സ് കേർണൽ. ലിനക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലേ. കേർണൽ എന്ന് പറയുന്നത് എന്താ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അശ്വിനി മിസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫസ്റ്റ് പഠിക്കുന്നതിന് കേർണലിനെ പറ്റിയിട്ടാണ് അല്ലേ. കോർ പാർട്ടാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ടാണ് കേർണൽ എന്ന് പറയുന്നത്. ആ ലിനക്സ് കേർണലാണ് ഇതിൻ്റെയും കോർ പാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് നാറ്റീവ് ലൈബ്രറീസ്, ദെൻ ആൻഡ്രോയിഡ് റൺ ടൈം, ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്, ആപ്ലിക്കേഷൻ. ഇതാണ് ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ 5 പാർട്ട് എന്ന് പറയുന്നത്. ഡയഗ്രം ഉണ്ട്. ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൻ്റെ മെയിൻ ഡയഗ്രം. ഇതിലുണ്ട് ആ 5 പാർട്ടും. ബേസിക്, അതായത് ആൻഡ്രോയിഡ് ലിനക്സ് കേർണൽ, ദെൻ സെക്കൻഡ് പാർട്ടിലാണ് നേറ്റീവ് ലൈബ്രറീസും അതുപോലെ ആൻഡ്രോയിഡ് റൺ ടൈമും വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കും ആപ്ലിക്കേഷൻസും. രണ്ടാമത്തെ പാർട്ടിൽ 2-3 പാർട്ട് ആ സെക്കൻഡ് പാർട്ടിലാണ് ഉൾക്കൊള്ളുന്നത്. ഇത് 4 ലെയറായിട്ടാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം. അതായത് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ സ്റ്റാക്ക് ഓർ സോഫ്റ്റ്വെയർ സ്റ്റാക്ക് ഈസ് എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഓർ കമ്പണൻറ്റ്സ് നീഡഡ് ടു ക്രിയേറ്റ് കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം സച്ച് ദാറ്റ് നോ അഡീഷണൽ സോഫ്റ്റ്വെയർ ഈസ് നീഡഡ് ടു സപ്പോർട്ട് ആപ്ലിക്കേഷൻ. അതായത് ഈ ഒരു സ്റ്റാക്കിൽ തന്നെ ഉണ്ട് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ, വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. അതാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ സ്റ്റാക്ക് ഓഫ് സോഫ്റ്റ്വെയർ കമ്പണൻറ്റ്സ് വിച്ച് ഈസ് ഡിവൈഡ് ഇൻ ടു 5 സെക്ടേഴ്സ്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ 5 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിനക്സ് കേർണൽ, നാറ്റീവ് ലൈബ്രറീസ്, ആൻഡ്രോയിഡ് റൺ ടൈം, ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക്, ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് ബേസിക് പാർട്ട് ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ എന്ന് പറയുന്നതാണ് കോർ പാർട്ട് എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നത് ഡിവേഴ്സ് ഡ്രൈവേഴ്സിന്, അതായത് അത് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ പിന്നെ കീബോർഡ് കണക്ട് ചെയ്യും, അതുപോലെ മൗസ് കണക്ട് ചെയ്യും, ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യും അല്ലേ. അതിൻ്റെ ഒക്കെ ഡിവൈസ് ഡ്രൈവേഴ്സിനെ കണക്ട് ചെയ്യും. ആ ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യൂല. അപ്പോൾ അതിൻ്റെ കോർ എന്ന് പറയുന്നതാണ് ലിനക്സ് കേർണൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നാറ്റീവ് ലൈബ്രറീസ്, അതായത് ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ലൈബ്രറീസ് ഏതൊക്കെ. അതായത് നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൽ ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്, അതിനൊക്കെ ബാക്കിൽ എന്തുണ്ടാവും, ഒരുപാട് ലൈബ്രറീസുകൾ ഉണ്ടാവും അല്ലേ. അതൊന്നും ഇല്ലാതെ നമുക്കിതൊന്നും, ഇപ്പോൾ ഫോണിൽ തന്നെ ഇതിൽ മീഡിയ നമ്മൾ സിനിമ കാണാൻ ഉപയോഗിക്കുന്നു, അതുപോലെ എന്തൊക്കെ വീഡിയോസുകൾ നമ്മൾ എടുക്കുന്ന വീഡിയോസ്, അല്ലാണ്ട് നമുക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് തരുന്ന വീഡിയോസ്, ഇതൊക്കെ നമുക്ക് കാണാൻ ഉപയോഗിക്കുമ്പോഴും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സം ലൈബ്രറീസ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കണം നമ്മുടെ ഫോണിൽ. അതുപോലെ ഗ്രാഫിക്സ്, ഓപ്പൺ ജി എൽ എന്നൊക്കെ പറയുന്നത്
ഗ്രാഫിക് ലൈബ്രറിയാണ് ഓപ്പൺ GL എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അങ്ങോട്ട് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ഓരോ ലെയറിനെ പറ്റി നമ്മൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഓരോ മോഡ്യൂളുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ബേസിക് പറഞ്ഞുകൊണ്ട് പോവാം നമുക്ക്. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ലെയറിൽ കാണുന്ന നേറ്റീവ് ലൈബ്രറീസും ആൻഡ്രോയിഡ് റൺ ടൈം. ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്ന ഓരോ സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജാവയിൽ JVM പഠിച്ചിട്ടുണ്ട് അല്ലേ? ജാവ വെർച്വൽ മെഷീൻ. എന്തായിരുന്നു ജാവ വെർച്വൽ മെഷീൻ്റെ ഡ്യൂട്ടി? ജാവ പഠിക്കുമ്പോൾ നമ്മൾ കോഡിനെ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ? ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആരായിരുന്നു? ജാവ വെർച്വൽ മെഷീനായിരുന്നു. അതിന് പകരം നമുക്ക് ആൻഡ്രോയിഡിലേക്ക് വരുമ്പം അവിടെ ഡാൽവിക് വെർച്വൽ മെഷീനാണ്. അതാണ് ആൻഡ്രോയിഡ് റൺ ടൈമിൽ പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിൽ നോക്കുക, കുറേ മാനേജർമാരാണുള്ളത്. എന്താ മാനേജർമാരുടെ ഡ്യൂട്ടി? എന്താ? ഒരു ഓഫീസിലെ മാനേജറിൻ്റെ ഡ്യൂട്ടി എന്താ? മാനേജ് ചെയ്യുക അല്ലേ? ആ ഓഫീസ് മാനേജ് ചെയ്യുക, അതായത് അവിടെയുള്ള കംപ്ലീറ്റ് വർക്കുകളും നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ഫോണിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ക്ലിയർ ആണോ എന്ന് പരിശോധിക്കുന്ന ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. അതാണ് ഇവിടെ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിൽ വരുന്നത്. അതായത് വിൻഡോ മാനേജർ, വ്യൂ സിസ്റ്റം, ലൊക്കേഷൻ മാനേജർ, റിസോഴ്സ് മാനേജർ, കണ്ടൻറ്റ് പ്രൊവൈഡർ, ആക്ടിവിറ്റി മാനേജർ, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ. പിന്നെ അപ്ലിക്കേഷൻസ് പറയുമ്പോൾ മെയിനായിട്ട് ഹോമും കോണ്ടാക്ട്സും. അതായത് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്, ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് മെയിൻ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുക എന്താ? ഫോൺ കോൾ ചെയ്യാനാണ് അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് കോണ്ടാക്ട്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഹോം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് യൂസറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള പാർട്ടാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ഡയഗ്രത്തിലുള്ള. ഇപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ലിനക്സ് കേർണൽ എന്ന് പറയുമ്പോൾ ദ ടേം കേർണൽ മീൻസ് കോർ. കേർണലിൻ്റെ മീനിങ് തന്നെ കോർ എന്നാണ്. അപ്പോൾ ആ കോർ പാർട്ടാണ് ഈ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിൻ്റെ കോർ പാർട്ടാണ് എന്ത്? ലിനക്സ് കേർണൽ എന്ന് പറയുന്നത്. കോർ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് ദ ഹേർട്ട് ഓഫ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ റൂട്ട് ഓഫ് ദി ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ. Linux kernel is the base of the software layers upon which all other layers of the Android are built. ഇതിൻ്റെ ബേസിലാണ് ബാക്കിയൊക്കെ ബിൽറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, ഈ ലിനക്സ് കേർണലിൻ്റെ ബേസിൽ. അപ്പോൾ ഓരോ ലെയറും അടുത്തതിന് സപ്പോർട്ടായിരിക്കും. ആ അടുത്ത ലെയർ ഉണ്ടെങ്കിലേ അതിൻ്റെ അടുത്ത ലെയർ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഓരോന്നും അതിന് അടുത്തുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ലെയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി ഓരോ ലെയറും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യൂസേഴ്സ് ആർ നോട്ട് അലൗഡ് ടു ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് വിത്ത് ദിസ് ലെയർ. യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഡയറക്റ്റ് ഈ ഒരു ലെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. യൂസറിന് ഇൻറ്ററാക്ട് ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറാണ്, ഏറ്റവും മുകളിലുള്ള ലെയർ. ഇതെന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ ഹാർട്ടാണ്. ഓക്കെ, then all the essential hardware drivers are located at Linux kernel which communicates with the hardware. എല്ലാ ഡൈവേഴ്സും എവിടെയാണ് ഉണ്ടാവുക? ലിനക്സ് കേർണലിലാണ് ഉണ്ടാവുക. ലിനക്സ് കേർണൽ ക്യാൻ ഓൾസോ ആക്ട് ആസ് ആൻ അബ്സ്ട്രാക്ഷൻ ലെയർ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ലെയേഴ്സ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു അബ്സ്ട്രാക്ഷൻ ലെയറായിട്ടാണ് ലിനക്സ് കേർണൽ വർക്ക് ചെയ്യുന്നത്. ലിനക്സ് കേർണൽ, ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദി കേർണൽ ഇൻ ദി ആൻഡ്രോയിഡ് സിസ്റ്റം. എന്തൊക്കെയാണ് ലിനക്സ് കേർണലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ, മെമ്മറി മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി സെറ്റിങ്സ്, പവർ മാനേജ്മെൻറ്റ്, സപ്പോർട്ട് ഫോർ ഷെയർഡ് ലൈബ്രറീസ്, നെറ്റ്വർക്ക് സ്റ്റാക്ക്, ഡിവൈസ് ഡ്രൈവർ മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നില്ലേ മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ലിനക്സ് കേർണലിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓൾ ഇൻ ഓൾ മാനേജ്മെൻ്റ് ആണ്. ഫോണിൽ നമ്മൾ എന്തൊക്കെ ഫോൺ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ മാനേജ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്ന ആർക്കാണ്? ലിനക്സിനാണ്, ലിനക്സ് കേർണൽ പാർട്ടിനാണ്. ഹാർഡ്വെയറുകൾ, മെമ്മറി, സെക്യൂരിറ്റി, പവർ, അതുപോലെ സപ്പോർട്ട് ഫോർ ഷെയർഡ് ലൈബ്രറീസ്, നെറ്റ്വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡ്രൈവർ മാനേജ്മെൻറ്റ്, ഇതൊക്കെ ചെയ്യുന്നത് ലിനക്സ് കേർണലാണ്. പിന്നെ നേറ്റീവ് ലൈബ്രറീസ്. ഏതൊക്കെയാണ് നേറ്റീവ് ലൈബ്രറീസ് എന്നുള്ളത്?
Next to Linux there is Android native libraries. They provide capabilities for Android core features. Libraries help the device to handle different type of data. ലൈബ്രറീസിൻ്റെ സഹായത്താലാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ഷനൊക്കെ ലൈബ്രറിയാണ് നമ്മളെ സഹായിക്കുക. ദ ഫോളോയിങ് ആർ ദ സം ഓഫ് ഇമ്പോർട്ടൻറ്റ് നേറ്റീവ് ലൈബ്രറീസ്. ഏതൊക്കെ? സർഫേസ് മാനേജർ, മീഡിയ ഫ്രെയിംവർക്ക്, SQLite, വെബ്കിറ്റ്, OpenGL, ഫ്രീ ടൈപ്പ്. മീഡിയ ഫ്രെയിംവർക്ക് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫോർ പ്ലേയിങ് ആൻഡ് റെക്കോർഡിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ ഫോർമാറ്റ്, അതിനുവേണ്ടി മീഡിയ ഫ്രെയിംവർക്ക് ലൈബ്രറി വേണം. സർഫേസ് മാനേജർ എന്ന് പറയുമ്പോൾ ടു ആക്സസ് ഡിസ്പ്ലേ സബ് സിസ്റ്റം ആൻഡ് 2D 3D ഗ്രാഫിക് ലേയേഴ്സ് ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ്. SQLite എന്ന് പറയുമ്പോൾ നമുക്കറിയാം, SQL എന്ന് പറയുമ്പോൾ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് എൻ ആൻഡ്രോയിഡ് ഡാറ്റാബേസ് എൻജിൻ വിച്ച് സ്റ്റോഴ്സ് ഡാറ്റ. വെബ്കിറ്റ് എന്ന് പറയുമ്പോൾ ബ്രൗസർ എൻജിൻ ദാറ്റ് ഡിസ്പ്ലേസ് HTML ഡോക്യുമെൻറ്റ്. OpenGL എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രാഫിക് ലൈബ്രറിയാണ് OpenGL എന്ന് പറയുന്നത്. റീഡേഴ്സ് 2D 3D ഗ്രാഫിക് കണ്ടൻറ്റ് ഓഫ് ദി സ്ക്രീൻ. ഫ്രീ ടൈപ്പ് ഫോർ ഫോണ്ട് സപ്പോർട്ട്. സീൻ്റെ റൺ ടൈം ലൈബ്രറി ലിബ്സി പോലെ എന്തിനും ഉണ്ട്. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ ഇല്ല, സീനൊരു ലൈബ്രറി ഉണ്ട്. അതുപോലെ ആൻഡ്രോയിഡിനും ഒരു എന്തുണ്ട്, നേറ്റീവ് ലൈബ്രറി ഉണ്ട്. ഇനി ആൻഡ്രോയിഡ് റൺ ടൈം. ഈ ആൻഡ്രോയിഡ് റൺ ടൈമാണ് നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ് ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുമ്പോൾ എന്താ, ജാവയിലെ JVM ഓർത്താൽ മതി. അത് തന്നെയാണ് ഇവിടെ ആൻഡ്രോയിഡ് റൺ ടൈമിൽ പറയുന്നത്. ദിസ് ഈസ് ദ തേർഡ് സെക്ഷൻ ഓഫ് ദി ആർക്കിടെക്ചർ ആൻഡ് അവൈലബിൾ ഓൺ ദി സെക്കൻഡ് ലെയർ ഫ്രം ദി ബോട്ടം. തേർഡ് സെക്ഷൻ ആണെങ്കിലും ഇതുള്ളത് സെക്കൻഡ് ലെയറിലാണ്. In Android runtime, there are core libraries and DVM, Dalvik Virtual Machine, which is responsible to run Android application. Android application run ചെയ്യാൻ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് എന്ത്, ഡാൽവിക് വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഡാൽവിക് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ഒരാളെ പേര് വെച്ചിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, ഡാൽവിക് വെർച്വൽ മെഷീൻ എന്ന്. ഇറ്റ് ഈസ് ലൈക്ക് ജാവ വെർച്വൽ മെഷീനെ പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ മൊബൈൽ ഡിവൈസസ്. അതായത് ജാവ വെർച്വൽ മെഷീന് മെയിനായിട്ട് മൊബൈൽ സിസ്റ്റത്തിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ആൻഡ്രോയിഡ് കൂടുതലായിട്ടും മൊബൈൽ ഡിവൈസസുകളിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസ്യൂംസ് ലെസ് മെമ്മറി ആൻഡ് പ്രൊവൈഡ്സ് ഫാസ്റ്റ് പെർഫോമൻസ്. ഇത് ലെസ് മെമ്മറിയാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിലും പെർഫോമൻസ് ഫാസ്റ്റ് ആയിരിക്കും. DVM takes the generated Java class files and combines them into one or more DEX files. അവിടെ ജാവ ക്ലാസ് ഫയൽസ് ആണെങ്കിൽ ഇവിടെ DEX ഫയൽസ് ഉണ്ടാവും. JVM takes the generated Java class files ജനറേറ്റ് ചെയ്യുമെങ്കിലും അത് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, കമ്പൈൻ ദം ഇൻറ്റു വൺ ഓർ മോർ DEX ഫയൽസുമായിട്ട്. ഓക്കെ, അത് അടുത്ത പിക്ചറിൽ കാണിച്ചു തരാം എന്താണ് DEX ഫയൽ എന്നുള്ളത്. Goal of DVM is to find every possible ways to optimize the JVM for space, performance and battery life. എന്താണ് DVMത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്, ഡാൽവിക് വെർച്വൽ മെഷീൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് ചെയ്യുക. എന്ത് ഒപ്റ്റിമൈസ് ചെയ്യുക? സ്പേസ്, ഫോണിൻ്റെ സ്പേസ്, അതിൻ്റെ പെർഫോമൻസ്, പിന്നെ അതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാണ് JVMൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, നിങ്ങൾ ഈ പിക്ചർ നോക്കുക. ഈ പിക്ചറിൽ കാണാം, ഫസ്റ്റ് ജാവയിലാകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഫയൽസ് ഉണ്ടാവുക അല്ലേ, അതിനെ JVM ഉപയോഗിച്ച് ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് JVM ആണ്. ഫസ്റ്റ് ക്ലാസ് ഫയലിനെ JVM ഉപയോഗിച്ച് ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ബൈറ്റ് കോഡ് അതിനെ എന്താക്കി, ക്ലാസ് ലോഡർ, പിന്നെ അതായത് അത് റൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ക്ലാസ് ഫയലിലേക്കാണ് മാറുന്നത്. ബൈറ്റ് കോഡിൽ റൺ ചെയ്ത് പിന്നെ അത് നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന 01, അതായത് ബൈനറി കോഡിലേക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്കാവുമ്പോൾ, എവിടെ, ആൻഡ്രോയിഡിലേക്കാവുമ്പോൾ ഈ ജാവ ഫയൽസ് അല്ലെങ്കിൽ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ജാവ കമ്പൈലർ ഉപയോഗിച്ച് ക്ലാസ് ഫയൽസായി മാറ്റി ഈ ക്ലാസ് ഫയൽസ് ഡയറക്റ്റ് എങ്ങോട്ട് പോകുന്നു, DEX കമ്പൈലറിലേക്ക് കൊടുത്തിട്ട് DEX ഫയലായി മാറുന്നു. ആ DEX ഫയലാണ് പിന്നീട് പാക്കേജിങ് അല്ലെങ്കിൽ ആപ്റ്റ് ഫയൽസ് ആക്കിയിട്ട്, അതിപ്പോൾ ജാവ പാക്കേജസൊക്കെ യൂസ് ചെയ്തുകൊണ്ട്
പിന്നെ അത് മാറി ആപ്റ്റ് ഫയലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ക്ലാസ് ഫയലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡെക്സ് ഫയലുമാക്കി കമ്പൈൻ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഫയൽ ആവുന്നുണ്ട്, സെയിം പ്രോസസ്സ് തന്നെ, അതായത് ജാവ ഫയലിൻ്റെ സെയിം പ്രോസസ്സ് ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ആ ക്ലാസ് ഫയലിൽ എന്തായി മാറുന്നു, ഡെക്സ് ഫയലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആപ്റ്റ് ഫയലിലേക്കാണ് പിന്നെ മാറി വരുന്നത്. അതാണ് ആൻഡ്രോയിഡിലുള്ള ഒരു പ്രത്യേകത. ജാവേനെ അപേക്ഷിച്ച് ജാവയുടെ ആൻഡ്രോയിഡിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ജാവയാണ്. ജാവേൻ്റെ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഒരു XML ഫയലും ഉണ്ടാവും, ഒരു ജാവ ഫയലും ഉണ്ടാവും, ഒരു ജാവ കോഡ്. ജാവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കാം. ജാവ സി ടൂൾ അല്ലെങ്കിൽ ജാവ കമ്പൈലർ ടൂൾ കമ്പൈൽസ് ജാവ സോഴ്സ് ഫയൽ ഇൻറ്റു ക്ലാസ് ഫയൽ. ദെൻ DX tool takes all the class file to your application and generates a single text file. ഈ എല്ലാ ക്ലാസ് ഫയൽസിനെയും എടുത്തിട്ട് ഈ DX ടൂൾ എന്താക്കി മാറ്റും, ഡെക്സ് ഫയലാക്കി മാറ്റും. ഇറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം സ്പെസിഫിക് ടൂളാണ്. ദ ആൻഡ്രോയിഡ് അസെറ്റ് പാക്കേജിംഗ് ടൂൾ, ആപ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അസെറ്റ് പാക്കേജിംഗ് ടൂൾ ഹാൻഡിൽസ് ദ പാക്കേജിംഗ് പ്രോസസ്സ്. അത് കൺവേർട്ട് ചെയ്തിട്ട് ഡെക്സ് ഫയൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ആപ്റ്റ് ഫയലിലേക്ക് മാറുന്നത്. ആപ്റ്റ് ഫയൽ എന്ന് പറയുന്നത് എന്താണ്, ആൻഡ്രോയിഡ് അസെറ്റ് പാക്കേജിംഗ് ടൂളാണ്. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്, അതായത് ഫോർത്ത് പാർട്ടിൽ ആൻഡ്രോയിഡ് ഫ്രെയിം വർക്കാണ്. ഓൺ ദ ടോപ്പ് ഓഫ് ദി നേറ്റീവ് ലൈബ്രറീസ് ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം ദർ ഈസ് ആൻഡ്രോയിഡ് ഫ്രെയിം വർക്ക്. Android framework layer, which is written in Java, includes Android API, application programming interface, such as UI, user interface, telephony, resource, location, content providers and package managers. Android framework ലെയറിലാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ മാനേജിങ്ങും നടക്കുന്നത് അല്ലേ. നമ്മൾ പിക്ചറിൽ കണ്ടിട്ടില്ല. ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിലാണ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, പവർ മാനേജ്മെൻറ്റ്, കണ്ടൻറ്റ് പ്രൊവൈഡർ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, മെയിൻ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിലാണ് നടക്കുന്നത്. അതുപോലെ ടെലിഫോണ്, നമുക്ക് ഫോണ് വിളിക്കാൻ പറ്റുന്നത്, ലൊക്കേഷൻ മാപ്പ് ഉപയോഗിച്ച് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണിൽ ലൊക്കേഷൻ ഉപയോഗിച്ച് ലൊക്കേഷൻ ഓണാക്കി വെച്ചിട്ടല്ലേ നമ്മൾ ഓരോ റൂട്ടിലേക്ക് പോവുക അല്ലേ, കറക്റ്റ് റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിലൊക്കെ. അതൊക്കെ ചെയ്യുന്നത് ഈ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ലെയറിലാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ക്ലാസ്സസ് ആൻഡ് ഇൻ്റർഫേസസ് ഫോർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഇത് ഒരുപാട് ക്ലാസ്സസും ഇൻ്റർഫേസസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ലോട്ട് ഓഫ് ക്ലാസ്സസ് ആൻഡ് ഇൻ്റർഫേസസ്. അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഒരുപാട് ക്ലാസ്സസും ഇൻ്റർഫേസും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിലെ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ ആക്ടിവിറ്റി മാനേജർ ഉണ്ട്, കണ്ടൻറ്റ് പ്രൊവൈഡർ ഉണ്ട്, ടെലിഫോണി മാനേജർ ഉണ്ട്, റിസോഴ്സ് മാനേജർ ഉണ്ട്. ഇതൊക്കെ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്കിൽ വരുന്നതാണ്. നമ്മൾ ഓരോന്നിനെ കുറിച്ചും ആക്ടിവിറ്റീനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് അടുത്ത മോഡ്യൂളുകളിൽ. കണ്ടൻറ്റ് പ്രൊവൈഡർ എന്താണെന്ന് പഠിക്കും, റിസോഴ്സ് മാനേജർ ഏതൊക്കെ റിസോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതൊക്കെ ഓരോ മോഡ്യൂളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തടുത്ത മോഡ്യൂളുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓരോന്നിൻ്റെയും ബേസിക് ഓരോ ലെയറിലും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആപ്ലിക്കേഷൻ. യൂസറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളതാണ് ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. ഓൺ ദ ടോപ്പ് ഓഫ് ദി ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ദർ ആർ ആപ്ലിക്കേഷൻസ്. AI applications such as home, contact, settings, games, browsers are using Android framework that use Android runtime and libraries. നമ്മുടെ ഫോണിലല്ലേ ഹോം, കോണ്ടാക്റ്റ്, സെറ്റിങ്സ്, ഗെയിംസ്, ഇതൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ തുറക്കുമ്പോൾ നിങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ നമ്മളെ ഫോണിനെ കുറിച്ച് ഓർത്താൽ മതി. ഫോണിലുള്ള ഈ സംഗതികൾ ഒക്കെയാണ് നമ്മൾ ആൻഡ്രോയിഡിൽ നമ്മൾ പഠിക്കുന്നത്. ഫോണിൽ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആണോ അതിനെക്കുറിച്ചാണ് നമ്മൾ ആൻഡ്രോയിഡിൽ പഠിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോണിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് പോവുക. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്തൊക്കെ, അതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് ബന്ധപ്പെട്ട് വരും. ആൻഡ്രോയിഡ് റൺ ടൈം ആൻഡ് നാറ്റീവ് ലൈബ്രറീസ് ആർ യൂസിങ് ലിനക്സ് കേർണൽ. ഇത്രയാണ് നമ്മുടെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്കിലുള്ളത്.
അപ്പോൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ സ്റ്റാക്ക് എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ എന്താണെന്നാണ് പറഞ്ഞത്, ഹാർട്ട് ഓഫ് ദി ആൻഡ്രോയിഡ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക. ഓക്കെ.